ഹലോ ഫ്രണ്ട്സ്, പുതിയൊരു ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ പഠിക്കാൻ പോകുന്നത് ബീറ്റ് ഫോറസ്റ്റ് ഓഫീസർ BFO പരീക്ഷ എഴുതുന്ന നമ്മുടെ കൂട്ടുകാർക്ക് വേണ്ടിയുള്ള സ്പെഷ്യൽ ടോപ്പിക്സുമായിട്ട് ബന്ധപ്പെട്ട PYQ ഡിസ്കഷനാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിലൂടെ ആരംഭിക്കാൻ പോകുന്നത്. അതിൻ്റെ ആദ്യത്തെ ക്ലാസ്സാണ്. അപ്പോൾ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ മാക്സിമം ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് തന്നെ കാണാൻ ശ്രമിക്കണേ. അപ്പോൾ നമുക്ക് ക്ലാസ്സിലോട്ട് കിടക്കാം. PYQ പ്രീവിയസ് ഇയർ ക്വസ്റ്റിൻ്റെ സ്പെഷ്യൽ ടോപ്പിക്സിൻ്റെ ഡിസ്കഷനാണ് നമ്മൾ നടത്താൻ പോകുന്നത്. അപ്പോൾ നമുക്ക് ക്ലാസ്സിലോട്ട് കിടക്കാം. അപ്പോൾ ഇത് 2024 നടന്നൊരു BFO പരീക്ഷയുടെ സ്പെഷ്യൽ ടോപ്പിക്സിൻ്റെ ക്വസ്റ്റ്യൻസാണ്. ഒന്നാമത്തെ ചോദ്യം നോക്കാം. താഴെ പറയുന്നവയിൽ പശ്ചിമഘട്ടം കടന്നു പോകാത്ത സംസ്ഥാനം ഏതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. പശ്ചിമഘട്ടം കടന്നു പോകാത്ത സംസ്ഥാനം. അപ്പോൾ നമുക്കറിയാം പശ്ചിമഘട്ടം എവിടെ നിന്നാണ് തുടങ്ങുന്നത്. കന്യാകുമാരി മുതൽ ഗുജറാത്ത് വരെയാണ് പശ്ചിമഘട്ടം വരുന്നത്. അപ്പോൾ ഏതൊക്കെ സംസ്ഥാനങ്ങളിൽ പോകുന്നു അത് നിങ്ങൾ കണക്ട് ചെയ്ത് അങ്ങ് പഠിച്ചാൽ മതി. ഏതൊക്കെയാണ്? തമിഴ്നാട്, കേരളം, കർണാടക, ഗോവ, മഹാരാഷ്ട്ര, ഗുജറാത്ത്. അപ്പോൾ ഇത്രയും സംസ്ഥാനങ്ങളിലൂടെയാണ് എന്താണ് പശ്ചിമഘട്ടം പോകുന്നത്. അപ്പോൾ നമ്മുടെ ഓപ്ഷൻസ് നോക്കുമ്പോൾ ഗുജറാത്തിലൂടെ പശ്ചിമഘട്ടം പോകുന്നുണ്ട്, മഹാരാഷ്ട്രയിലൂടെ പോകുന്നുണ്ട്, കർണാടകയിലൂടെ പോകുന്നുണ്ട്, ഉത്തർപ്രദേശിലൂടെയാണ് പശ്ചിമഘട്ടം പോകാത്ത സംസ്ഥാനം. അപ്പോൾ ഇതിന് ആൻസർ ഏതാണ്? ഉത്തർപ്രദേശാണ് ആൻസറായിട്ട് വരുന്നത്. അപ്പോൾ പശ്ചിമഘട്ടം കടന്നു പോകാത്ത സംസ്ഥാനം ഏതാണ്? ഉത്തർപ്രദേശാണ് കേട്ടോ. ബേസിക് ഐഡിയ ആണ്, പഠിച്ചു വെച്ചോണം. പശ്ചിമഘട്ടം കടന്നു പോകാത്ത സംസ്ഥാനം ഇതിനകത്ത് ഏതാണ്? ഉത്തർപ്രദേശാണ്. അപ്പോൾ പശ്ചിമഘട്ടം കടന്നു പോകുന്ന സംസ്ഥാനങ്ങൾ ഏതൊക്കെയാണ്? ഗുജറാത്ത്, മഹാരാഷ്ട്ര, കർണാടക, ഗോവ, കേരളം, തമിഴ്നാട് കേട്ടോ. അപ്പോൾ ഓർത്ത് വെച്ചോണേ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. തിരുവിതാംകൂറിലെ ആദ്യത്തെ ഫോറസ്റ്റ് കൺസർവേറ്റർ ആരായിരുന്നു? ആൻസർ ഓപ്ഷൻ സി ആണ്, ബോർഡിലോൺ ആണ് കേട്ടോ. ബോർഡിലോൺ ആണ്. പഠിച്ചു വെച്ചോളൂ. പരീക്ഷയ്ക്ക് ഇനി റിപ്പീറ്റ് ചെയ്ത് പരീക്ഷയ്ക്ക് PYQ ചോദിക്കുന്നതാണ്. കഴിഞ്ഞ ദിവസം നടന്ന ഫയർ വുമൺ പരീക്ഷയ്ക്ക് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ആണ് സ്പെഷ്യൽ ടോപ്പിക്സിൽ മിക്ക ചോദ്യങ്ങളും. ഒരു 10ഓളം ചോദ്യങ്ങൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ആണ് വന്നത്. അതുകൊണ്ട് തന്നെ BFO പരീക്ഷയ്ക്കും അങ്ങനെ ചോദിക്കാൻ സാധ്യത വളരെ കൂടുതലാണ്. അപ്പോൾ പഠിച്ചു വെച്ചോളൂ. തിരുവിതാംകൂറിലെ ആദ്യത്തെ ഫോറസ്റ്റ് കൺസർവേറ്റർ ആരായിരുന്നു? ബോർഡിലോൺ ആണ് കേട്ടോ. അപ്പോൾ തിരുവിതാംകൂറിലെ ആദ്യത്തെ ഫോറസ്റ്റ് കൺസർവേറ്റർ ആരായിരുന്നു? ബോർഡിലോൺ ആണ്. അടുത്ത ചോദ്യം നോക്കാം നമുക്ക്. വനഭൂമി വനേതര ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കുന്നത് നിയന്ത്രിക്കുന്ന ആക്ട് അഥവാ നിയമം ഏതാണ് എന്നുള്ളതാണ് കേട്ടോ. അപ്പോൾ അത് ഏതാണെന്ന് നമുക്ക് നോക്കാം. ക്വസ്റ്റ്യൻ എന്താണ്? വനഭൂമി വനേതര ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കുന്നത് നിയന്ത്രിക്കുന്ന ആക്ട് ഏതാണ്? ആൻസർ ഓപ്ഷൻ ബി ആണ്, ഫോറസ്റ്റ് കൺസർവേഷൻ ആക്ട് 1980 ആണ് കേട്ടോ. അപ്പോൾ പഠിച്ചു വെച്ചോളൂ. വനഭൂമി വനേതര ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കുന്നത് നിയന്ത്രിക്കുന്ന ആക്ട് ഏതാണ്? ഫോറസ്റ്റ് കൺസർവേഷൻ ആക്ട് 1980 ആണ്. അടുത്ത ചോദ്യം നോക്കാം. താഴെ പറയുന്നവയിൽ കേരളത്തിൽ വിദേശ സസ്യം അല്ലാത്തത് ഏതെന്നാണ്? നിങ്ങൾക്ക് ഓപ്ഷൻ വായിച്ചാൽ തന്നെ കിട്ടും. യൂക്കാലിപ്റ്റസ് വിദേശ സസ്യമാണ്. അതുപോലെ തന്നെ അക്കേഷ്യ വിദേശ സസ്യമാണ്. അതുപോലെ തന്നെ കാറ്റാടി, കോഷീറീന വിദേശ സസ്യമാണ്. അപ്പോൾ ഇതിനകത്ത് വിദേശ സസ്യം അല്ലാത്ത ഏതാണ്? നമ്മുടെ ആഞ്ഞിലിയാണ് കേട്ടോ. അപ്പോൾ പഠിച്ചു വെച്ചോളൂ, ആഞ്ഞിലിയാണ്. ഓപ്ഷൻ നോക്കുമ്പോൾ തന്നെ നമുക്ക് കിട്ടുന്നതാണ് ഇതൊക്കെ. അപ്പോൾ ആഞ്ഞിലിയാണ് ആൻസറായിട്ട് വരുന്നത് കേട്ടോ. അപ്പോൾ താഴെ പറയുന്നവയിൽ കേരളത്തിൽ വിദേശ സസ്യം അല്ലാത്തത് ഏതാണ്? ആഞ്ഞിലിയാണ്. ഓപ്ഷൻ എ ആഞ്ഞിലിയാണ്. അടുത്ത ചോദ്യം നോക്കാം. ഫീമൻ പാണ്ട ജയൻ പാണ്ട ഔദ്യോഗിക ചിഹ്നമുള്ള സംഘടന ഏതെന്നാണ് വെച്ചിരിക്കുന്നത്. അപ്പോൾ ജയൻ പാണ്ട, അതായത് ഫീമൻ പാണ്ട ഔദ്യോഗിക ചിഹ്നമുള്ള സംഘടന എന്ന് പറഞ്ഞാൽ ഓപ്ഷൻ എ ആണ്, WWF ആണ് കേട്ടോ. WWF ആണ്. അപ്പോൾ നമുക്ക് WWFനെ കുറിച്ച് കുറച്ച് കാര്യങ്ങൾ നോക്കിയിട്ട് അങ്ങ് പോവാം. അപ്പം കുറച്ചുകൂടെ ഇതിൻ്റെ കൂടെ തന്നെ അങ്ങ് പഠിച്ചു പോകാം. WWF എന്താണെന്ന് ഒരു മിനിറ്റ്. WWF എന്താണെന്ന് നമുക്ക് നോക്കാം. വേൾഡ് വൈഡ് ഫണ്ടാണ് കേട്ടോ. വേൾഡ് വൈഡ് ഫണ്ടിനെയാണ് WWF എന്ന് പറയുന്നത്. രൂപീകൃതമായത് 1961 രൂപീകൃതമായത്. അതുപോലെ തന്നെ WWFൻ്റെ ധർമ്മങ്ങൾ എന്ന് പറഞ്ഞാൽ വംശനാശം സംഭവിച്ചുകൊണ്ടിരിക്കുന്ന വർഗ്ഗങ്ങളുടെ സംരക്ഷണം, കൂടാതെ മലിനീകരണം, കാലാവസ്ഥാ വ്യതിയാനം, പ്രകൃതി വിഭവങ്ങളുടെ സ്ഥായിയായ ഉപയോഗം എന്നിവയ്ക്ക് വേണ്ടിയുള്ളൊരു സംഘടനയാണ് വേൾഡ് വൈൽഡ് ഫണ്ട് അഥവാ WWF. ലീവിംഗ് പ്ലാന്റ് റിപ്പോർട്ട് തയ്യാറാക്കുന്ന സംഘടന ഏതാണെന്ന് ഇനി പരീക്ഷയ്ക്ക് ചോദിക്കും. അപ്പോൾ ഏതാണ്? WWF ആണ്. അപ്പോൾ ഇതൊക്കെ പരീക്ഷയ്ക്ക് സ്ഥിരമായിട്ട് ചോദിക്കാൻ സാധ്യതയുള്ളൊരു പോയിൻ്റാണ്. അപ്പോൾ ലീവിംഗ് പ്ലാന്റ് റിപ്പോർട്ട് തയ്യാറാക്കുന്ന സംഘടന ഏതാണ്? WWF ആണ്. ലീവിംഗ് പ്ലാന്റ് റിപ്പോർട്ട് തയ്യാറാക്കുന്ന സംഘടന WWF ആണ്. അതുപോലെ തന്നെ WWFൻ്റെ ആസ്ഥാനം എവിടെയാണ്? ഗ്ലാൻഡ് ആണ്. സ്വിറ്റ്സർലൻഡിലെ ഗ്ലാൻഡ് ആണ് WWFൻ്റെ ആസ്ഥാനമായിട്ട് വരുന്നത്. ചിഹ്നം ഏതാണ്? നമ്മൾ പഠിച്ചതാണ്. അതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. ഫീമൻ പാണ്ടയാണ് ചിഹ്നമായിട്ട് വരുന്നത്.
അതുപോലെ തന്നെ WWFൻ്റെ കണക്കനുസരിച്ച് ഏറ്റവും കൂടുതൽ വംശനാശം നേരിടുന്ന ജീവി ഏതാണ്? കടുവയാണ്. അപ്പോൾ WWFൻ്റെ കണക്കനുസരിച്ച് ഏറ്റവും കൂടുതൽ വംശനാശം നേരിടുന്ന ജീവി ഏതാണ്? ഏറ്റവും കൂടുതൽ വംശനാശം നേരിടുന്ന ജീവി WWFൻ്റെ കണക്ക് പ്രകാരം കടുവയാണെങ്കിലും WWFൻ്റെ ചിഹ്നം ഭീമൻ പാണ്ഡയാണ്. രണ്ടും തമ്മിൽ തിരിഞ്ഞു പോലെ WWFൻ്റെ ചിഹ്നം ഭീമൻ പാണ്ഡെ, അതുപോലെ തന്നെ ഏറ്റവും കൂടുതൽ വംശനാശം നേരിടുന്ന ജീവിയായിട്ട് അവർ കണക്കാക്കുന്നത് കടുവയുമാണ്. WWFൻ്റെ ഇന്ത്യൻ ഘടകം പ്രവർത്തനം ആരംഭിച്ചത് 1969 നവംബർ 27-നാണ്. 1969 നവംബർ 27-നാണ് ഇന്ത്യൻ ഘടകം പ്രവർത്തനം ആരംഭിച്ചത്. അതുപോലെ തന്നെ രൂപീകൃതമായത് 1961-ആണ്. എന്താണ് ധർമ്മം? എന്താണ്? വംശനാശം സംഭവിച്ചുകൊണ്ടിരിക്കുന്ന വർഗ്ഗങ്ങളുടെ സംരക്ഷണം, കൂടാതെ മലിനീകരണം, കാലാവസ്ഥാ വ്യതിയാനം, പ്രകൃതി വിഭവങ്ങളുടെ സ്ഥായിയായ ഉപയോഗം എന്നിവയ്ക്ക് വേണ്ടിയുള്ളതാണ് ധർമ്മമായിട്ട് വരുന്നത്. ലീവിംഗ് പ്ലാന്റ് റിപ്പോർട്ട് തയ്യാറാക്കുന്നത് WWF ആണ്. ആസ്ഥാനം ഗ്ലാൻഡ്, സ്വിറ്റ്സർലൻഡാണ് കേട്ടോ. അതുപോലെ തന്നെ നമുക്കിനി വേറെ ഓപ്ഷൻ ഏതാണ് എന്നിട്ടുള്ളത്? IUCN നോക്കാം. IUCN പരീക്ഷയ്ക്ക് സ്ഥിരമായിട്ട് ചോദിക്കുന്നതാണ്. അപ്പോൾ IUCN എന്ന് പറഞ്ഞാൽ ഇൻ്റർനാഷണൽ യൂണിയൻ ഫോർ കൺസർവേഷൻ ഓഫ് നേച്ചറാണ്. ഇൻ്റർനാഷണൽ യൂണിയൻ ഫോർ കൺസർവേഷൻ ഓഫ് നേച്ചറാണ് IUCN വരുന്നത്. അഥവാ എന്താണ് അതിൻ്റെ എന്ന് പറഞ്ഞാൽ പ്രകൃതി വിഭവങ്ങളുടെയും വന്യജീവികളുടെയും സംരക്ഷണത്തിനായി രൂപീകരിക്കപ്പെട്ട അന്താരാഷ്ട്ര സംഘടനയാണ് IUCN. പ്രകൃതി വിഭവങ്ങളുടെയും വന്യജീവികളുടെയും സംരക്ഷണത്തിനായി രൂപീകരിക്കപ്പെട്ട അന്താരാഷ്ട്ര സംഘടനയാണ് IUCN. ലോകത്തിലെ ആദ്യ പരിസ്ഥിതി സംഘടനയായി കണക്കാക്കപ്പെടുന്നത് IUCN ആണ്. അപ്പോൾ പരീക്ഷയ്ക്ക് ചോദിക്കാം, ലോകത്തിലെ ആദ്യ പരിസ്ഥിതി സംഘടന ഏതാണ്? IUCN ആണ്. IUCNൻ്റെ ഫുൾ ഫോം എന്താണ്? ഇൻ്റർനാഷണൽ യൂണിയൻ ഫോർ കൺസർവേഷൻ ഓഫ് നേച്ചർ ആണ് IUCN. അതുപോലെ തന്നെ IUCN എന്ന് പറഞ്ഞാൽ എന്താണ്? പ്രകൃതി വിഭവങ്ങളുടെയും വന്യജീവികളുടെയും സംരക്ഷണത്തിനായി രൂപീകരിക്കപ്പെട്ട അന്തർദേശീയ സംഘടനയാണ് IUCN. രൂപീകൃതമായത് എന്നാണ് 1948-ലാണ് രൂപീകൃതമായത്. ഹെഡ് ക്വാർട്ടേഴ്സ് ഗ്ലാൻഡ്, സ്വിറ്റ്സർലൻഡ്. അപ്പോൾ നമ്മുടെ എന്താണ് WWFൻ്റെ സ്ഥാപിതമായത് എന്നാണ് 1961-ആണ് WWF സ്ഥാപിതമായത്. ഇന്ത്യയിൽ WWF പ്രവർത്തനം ആരംഭിച്ച 1969-ആണ്. അതുപോലെ തന്നെ IUCN ആദ്യത്തെ സംഘടനയാണ്. ആദ്യത്തെ അന്തർദേശീയ ലോകത്തിലെ ആദ്യ പരിസ്ഥിതി സംഘടനയെ കണക്കാക്കപ്പെടുന്ന IUCN ആണ്. IUCN രൂപീകൃതമായ വർഷം എന്നാണ് 1948-ആണ്. ഹെഡ് ക്വാർട്ടേഴ്സ് ഗ്ലാൻഡ്, സ്വിറ്റ്സർലൻഡാണ്. IUCNൻ്റെയും അതുപോലെ തന്നെ WWFൻ്റെയും ഹെഡ് ക്വാർട്ടേഴ്സ് ഗ്ലാൻഡ്, സ്വിറ്റ്സർലൻഡിലാണ് കേട്ടോ. അതുപോലെ തന്നെ നിലവിലെ ഡയറക്ടർ ജനറൽ എന്ന് ഓർത്ത് വെച്ചോണം, ഡോക്ടർ ഗ്രദൽ ആഗ്വയിലർ ആണ് കേട്ടോ. ഡോക്ടർ ഗ്രദൽ ആഗ്വയിലർ ആണ്. അതുപോലെ തന്നെ IUCNലെ ആകെ കമ്മീഷനുകൾ 7 കമ്മീഷനുകളാണ് വന്നിരിക്കുന്നത്. അതുപോലെ തന്നെ ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരുന്നാൽ മതി, ജസ്റ്റ് ഒന്ന് പോയിന്റ് അറിഞ്ഞിരുന്നാൽ മതി. വംശനാശ ഭീഷണിയുടെ തീവ്രത അനുസരിച്ച് ജീവികളെ IUCN റെഡ് ലിസ്റ്റിൽ തരം തിരിച്ചിരിക്കുന്നു. അതുപോലെ തന്നെ IUCN തയ്യാറാക്കിയ ഒരിക്കലും തിരിച്ചു വരാത്ത ജൈവവൈവിധ്യ തുരുത്തുകളുടെ അഥവാ ഇർറിപ്ലേസിബിൾ ബയോഡൈവേഴ്സിറ്റി പട്ടികയിൽ ഇടം നേടിയ ഇന്ത്യയിൽ നിന്നുള്ള പ്രദേശം ഏതാണ്? പശ്ചിമഘട്ടമാണ്. ഇത് പരീക്ഷയ്ക്ക് ചോദിക്കാൻ പറ്റിയ നല്ലൊരു ചോദ്യമാണ്. അപ്പോൾ പഠിച്ചു വെച്ചോളൂ. IUCN തയ്യാറാക്കിയ ഒരിക്കലും തിരിച്ചു വരാത്ത ജൈവ വൈവിധ്യ തുരുത്തുകളുടെ പട്ടികയിൽ ഇടം നേടിയ ഇന്ത്യയിൽ നിന്നുള്ള പ്രദേശം ഏതാണ്? പശ്ചിമഘട്ടമാണ്. റെഡ് ഡേറ്റ ബുക്ക് പ്രസിദ്ധീകരിക്കുന്ന ഈ സംഘടനയാണ് IUCN ആണ്. അപ്പോൾ നമ്മുടെ WWF എന്താണ്? ലീവിംഗ് പ്ലാന്റ് റിപ്പോർട്ട് പ്രസിദ്ധീകരിക്കുന്നത് WWF ആണ്. ലീവിംഗ് പ്ലാന്റ് റിപ്പോർട്ട്. ഇവിടെ എന്താണ്? റെഡ് ഡേറ്റ ബുക്ക് എന്ന് പറഞ്ഞാൽ എന്താണ്? വംശനാശ ഭീഷണി നേടുന്ന എല്ലാ ജീവികളുടെ ലിസ്റ്റ് ഉൾപ്പെടുത്തി പ്രസിദ്ധീകരിക്കുന്ന ഗ്രന്ഥമാണ് റെഡ് ഡേറ്റ ബുക്ക് എന്ന് പറഞ്ഞത്. ഈ റെഡ് ഡേറ്റ ബുക്കിൽ ഇടം നേടിയ കേരളത്തിലെ വന്യജീവി സങ്കേതം പരീക്ഷയ്ക്ക് ചോദിക്കാം. പറമ്പിക്കുളം വന്യജീവി സങ്കേതം. അപ്പോൾ റെഡ് ഡേറ്റ ബുക്കിൽ ഇടം നേടിയ കേരളത്തിലെ വന്യജീവി സങ്കേതം ഏതാണ്? പറമ്പിക്കുളം വന്യജീവി സങ്കേതമാണ്. പക്ഷികളുടെ ഒരു പ്രാദേശിക ചുവപ്പ് പട്ടിക തയ്യാറാക്കിയ ആദ്യ സംസ്ഥാനം കേരളമാണ് കേട്ടോ. അതുകൂടെ ഒന്ന് ഓർത്ത് വെക്കണം. അപ്പോൾ ഇത്രയാണ് നമ്മൾ ഈ 2 സംഘടനയെക്കുറിച്ച് ഒന്ന് അറിഞ്ഞിരിക്കേണ്ടതുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ പറഞ്ഞത്. നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോകാം. ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ ഫോറസ്റ്റ് മാനേജ്മെൻറ്റ് എവിടെ സ്ഥിതി ചെയ്യുന്നു? ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ ഫോറസ്റ്റ് മാനേജ്മെൻറ്റ് ഭോപ്പാലിലാണ് സ്ഥിതി ചെയ്യുന്നത് കേട്ടോ. മധ്യപ്രദേശിലെ ഭോപ്പാലിലാണ്. പഠിച്ചു വെച്ചോളൂ. അപ്പോൾ ഇതിൻ്റെയൊക്കെ ആസ്ഥാനങ്ങൾ നമ്മൾ പരീക്ഷയോട് അടുക്കുന്നതോറും ഓരോ ഫോറസ്റ്റുമായിട്ട് ബന്ധപ്പെട്ട ഓരോ സംഘടനകളുടെ ആസ്ഥാനങ്ങൾ നമ്മളൊരു ക്ലാസ്സായിട്ട് ചെയ്യുന്നതാണ്. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ ടെൻഷൻ അടിക്കേണ്ട, ഇത് PYQ ക്ലാസ് ആണ്. അപ്പോൾ അടുത്ത എന്താണ് ക്വസ്റ്റ്യൻ എന്താണ്? ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫോറസ്റ്റ് മാനേജ്മെൻറ്റ് ഇവിടെ സ്ഥിതി ചെയ്യുന്നു. ഓപ്ഷൻ സി ഭോപ്പാലാണ് ആൻസർ ആയിട്ട് വരുന്നത്. 87 മീൻ ഫിഷ് വർഗ്ഗത്തിലെ ഏറ്റവും വലിയ ജീവി ഏതാണ്? ഫിഷ് വർഗ്ഗത്തിലെ ഏറ്റവും വലിയ ജീവി ഏതാണ്? ഓപ്ഷൻ ബി ആണ്, തിമിംഗല സ്രാവാണ് കേട്ടോ. അപ്പോൾ പഠിച്ചു വെച്ചോളൂ. ഫിഷ് വർഗ്ഗത്തിലെ ഏറ്റവും വലിയ ജീവി ഏതാണ്? തിമിംഗല സ്രാവാണ്. താഴെ പറയുന്നവയിൽ കടുവാ സങ്കേതം ഇല്ലാത്ത സ്ഥലം ഏതാണ്? ഓപ്ഷൻ ബി വയനാടാണ് കേട്ടോ. അപ്പോൾ പഠിച്ചു വെച്ചോളൂ. താഴെ പറയുന്നവയിൽ കടുവാ സങ്കേതം ഇല്ലാത്ത സ്ഥലം ഏതാണ്? വയനാടാണ്. അപ്പോൾ തേക്കടിയിലും പറമ്പിക്കുളത്തുമൊക്കെ കടുവാ സങ്കേതമുണ്ട്. വയനാട്ടിലാണ് കടുവാ സങ്കേതമായിട്ടില്ലാത്തത് കേട്ടോ. അപ്പോൾ പഠിച്ചു വെച്ചോളൂ. താഴെ പറയുന്നവയിൽ കടുവാ സങ്കേതമില്ലാത്ത സ്ഥലം ഏതാണ്? വയനാടാണ്.
താഴെ പറയുന്നതിൽ പശ്ചിമഘട്ടത്തിൽ മാത്രം കാണുന്ന മരം ഏതാണ്? പശ്ചിമഘട്ടത്തിൽ മാത്രം കാണുന്ന മരം ഏതാണെന്നാണ് ചോദിക്കുന്നത്. ഏതാണ്? ചെങ്കുറിഞ്ഞിയാണ് കേട്ടോ, ചെങ്കുറിഞ്ഞിയാണ്. നമുക്കറിയാം സാൽമരവും പൈൻ മരവും ഒക്കെ എല്ലായിടത്തും കാണുന്ന മരങ്ങളാണ് പൈൻ മരവും സാൽമരവും ഒക്കെ. അപ്പോൾ ചെങ്കുറിഞ്ഞി മാത്രമാണ് പശ്ചിമഘട്ടത്തിൽ മാത്രം കാണപ്പെടുന്ന ഒരു മരമായിട്ട് വരുന്നത്. അടുത്ത ചോദ്യം, കേരള വൃക്ഷ സംരക്ഷണ നിയമം നിലവിൽ വന്നത് എന്നാണ്? അത് 1986 കേട്ടോ. അപ്പോൾ പഠിച്ചു വെച്ചോളൂ. കേരള വൃക്ഷ സംരക്ഷണ നിയമം നിലവിൽ വന്നത് എന്നാണ്? 1986. അടുത്ത ചോദ്യം, കേരളത്തിലെ ഏക മയിൽ സങ്കേതം. ഇത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്നതാണ്, നമ്മളെല്ലാവരും ഓൾറെഡി പഠിച്ചിട്ടുള്ളതാണ്. ഓപ്ഷൻ ഏതാണ്? ചൂലന്നൂരാണ് കേട്ടോ. അപ്പോൾ പഠിച്ചു വെച്ചോളൂ. കേരളത്തിലെ ഏക മയിൽ സങ്കേതം എന്താണ്? ഓപ്ഷൻ എ ചൂലന്നൂരാണ്. ഓപ്ഷൻ എ ചൂലന്നൂരാണ്. 92ാമത്തെ ചോദ്യം, കേരളത്തിലെ വന്യജീവി സങ്കേതങ്ങളില്ലാത്ത ഒരു ജില്ല ഏതാണ്? കേരളത്തിലെ വന്യജീവി സങ്കേതങ്ങളില്ലാത്ത ജില്ല ഏതാണ്? ഓപ്ഷൻ എ കാസർഗോഡാണ്. നിങ്ങൾ ഓപ്ഷൻസ് വായിച്ച് നോക്കുന്നത് കണ്ണൂർ 6 ഉണ്ട്, അതുപോലെ തന്നെ തിരുവനന്തപുരം ഉണ്ട്, കൊല്ലത്തുണ്ട്, ചെന്തുരുണിയൊക്കെ കൊല്ലത്താണ്. അപ്പോൾ ഓപ്ഷൻ എ കാസർഗോഡാണ്. കേരളത്തിലെ വന്യജീവി സങ്കേതങ്ങളില്ലാത്ത ഒരു ജില്ല ഏതാണ്? ഓപ്ഷൻ എ കാസർഗോഡാണ്. അടുത്ത ചോദ്യം, ഗിണ്ടി നാഷണൽ പാർക്ക് ഏത് നഗരത്തിന് സമീപമാണ് സ്ഥിതി ചെയ്യുന്നത് കേട്ടോ? അപ്പോൾ അതേതാണ്? ഓപ്ഷൻ ഡി ചെന്നൈയാണ്. അത് നമുക്കൊരു ക്ലാസ് ആയിട്ട് ചെയ്യാം. നാഷണൽ പാർക്കുകൾ സ്ഥിതി ചെയ്യുന്നതൊക്കെ എവിടെയാണെന്നുള്ള ഒരു ക്ലാസ് ആയിട്ട് ചെയ്യാം. നാഷണൽ പാർക്കുകളും അതുപോലെ തന്നെ സ്ഥാപനങ്ങളുമൊക്കെ, ഫോറസ്റ്റുമായിട്ട് ബന്ധപ്പെട്ട സ്ഥാപനങ്ങളൊക്കെ എവിടെയാണ് സ്ഥിതി ചെയ്യുന്നതെന്നുള്ളത് ഞാൻ പരീക്ഷയ്ക്ക് മുമ്പ് ഒരു ക്ലാസ് ആയിട്ട് നിങ്ങൾക്ക് മുമ്പിൽ അവതരിപ്പിക്കുന്നതാണ്. അപ്പം ഈ ഒരു പാർട്ടിൽ നിന്ന് ഒരു മാർക്ക് ഉറപ്പായിട്ടും ചോദിക്കുന്നതാണ്, എവിടെയാണ് സ്ഥിതി ചെയ്യുന്നതെന്നുള്ളതാണ്. ഇവിടെ പ്രധാനപ്പെട്ട നാഷണൽ പാർക്കുകൾ നമ്മൾ എവിടെയാണ് സ്ഥിതി ചെയ്യുന്നതെന്നൊക്കെ നമ്മൾ പഠിച്ചു വെക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ഇവിടുത്തെ ക്വസ്റ്റ്യൻ എന്താണ്? ഗിണ്ടി നാഷണൽ പാർക്ക്. ഗിണ്ടി നാഷണൽ പാർക്ക് ഏത് നഗരത്തിന് സമീപമാണ് സ്ഥിതി ചെയ്യുന്നത്? ചെന്നൈയാണ് കേട്ടോ. ചെന്നൈ പഠിച്ചിട്ടുള്ളൂ, ചെന്നൈയാണ്. അടുത്ത താഴെ പറയുന്നവയിൽ ശരിയായ പ്രസ്താവന ഏതാണ്? ശരിയായ പ്രസ്താവന ഏതാണ്? വരയാട് മൂന്നാറിൽ മാത്രം കാണപ്പെടുന്നു ആണോ? അത് തെറ്റായിട്ടുള്ള സ്റ്റേറ്റ്മെൻ്റ് ആണ്. വരയാട് മൂന്നാറിൽ മാത്രമല്ല കാണപ്പെടുന്നത്. അതുപോലെ തന്നെ വരയാട് ഇടുക്കി ജില്ലയിൽ മാത്രം കാണപ്പെടുന്നത്, അതും തെറ്റാണ്. വരയാട് തിരുവനന്തപുരം ജില്ലയിലെ വനങ്ങളിലും കാണപ്പെടുന്നു, അത് ശരിയാണ്. വരയാട് തിരുവനന്തപുരം ജില്ലയിലെ വനങ്ങളിലും കാണപ്പെടുന്നു. അപ്പോൾ ഓപ്ഷൻ സി ആണ് ഇവിടെ ആൻസർ ആയിട്ട് വരുന്നത് കേട്ടോ. ശരിയായ പ്രസ്താവനയാണ്. അപ്പോൾ അതിന് ആൻസർ വരയാട് തിരുവനന്തപുരം ജില്ലയിലെ വനങ്ങളിലും കാണപ്പെടുന്നു. അടുത്തത്, സംസ്ഥാന വന്യജീവി ബോർഡിൻ്റെ ചെയർമാൻ ആരാണ്? സംസ്ഥാന വന്യജീവി ബോർഡിൻ്റെ ചെയർമാൻ ഓപ്ഷൻ എ മുഖ്യമന്ത്രിയാണ് കേട്ടോ. അപ്പോൾ ചെയർമാൻ എപ്പോഴും മുഖ്യമന്ത്രി ആയിരിക്കും കേട്ടോ. അപ്പോൾ പഠിച്ചു വെച്ചോളൂ. സംസ്ഥാന വന്യജീവി ബോർഡിൻ്റെ ചെയർമാൻ ആരാണ്? മുഖ്യമന്ത്രിയാണ്. ഓപ്ഷൻ എ മുഖ്യമന്ത്രിയാണ്. 96, കേരളത്തിലെ ഒരു പ്രത്യേക ഭൂപ്രദേശം റിസർവ് വനമായി പ്രഖ്യാപിക്കുന്നത് ഏത് നിയമപ്രകാരം ആണെന്നാണ് വെച്ചിരിക്കുന്നത്? ആൻസർ ഓപ്ഷൻ എ ആണ്. കേരള ഫോറസ്റ്റ് ആക്ട് 1961. ക്വസ്റ്റ്യൻ ഒന്നുകൂടെ വായിക്കാം. കേരളത്തിലെ ഒരു പ്രത്യേക ഭൂപ്രദേശം റിസർവ് വനമായി പ്രഖ്യാപിക്കുന്നത് ഏത് നിയമപ്രകാരമാണ്? കേരള ഫോറസ്റ്റ് ആക്ട് 1961. അടുത്ത ചോദ്യം, എന്താണ് NDFP എന്ന് പറഞ്ഞാൽ? തടി ഇതര വനോൽപ്പന്നങ്ങളെയാണ് NDFP എന്ന് പറയുന്നത്. അപ്പോൾ എന്താണ് NDFP എന്ന് പറഞ്ഞാൽ? തടി ഇതര വനോൽപ്പന്നങ്ങളെയാണ് NDFP എന്ന് പറയുന്നത്. അടുത്ത ചോദ്യം, പ്രൊജക്റ്റ് എലിഫൻ്റ് ആരംഭിച്ച വർഷം എന്നാണ്? പ്രൊജക്റ്റ് എലിഫൻ്റ് ആരംഭിച്ചത് ഓപ്ഷൻ എ ആണ്. ഓപ്ഷൻ എ 1992. അപ്പോൾ 1992 പ്രൊജക്റ്റ് എലിഫൻ്റ് ആരംഭിച്ച വർഷം കേട്ടോ. അടുത്ത ഇനി IT ആക്ടുമായിട്ട് ബന്ധപ്പെട്ട ചോദ്യങ്ങളാണ്. IT ആക്ടിൻ്റെ ഒരു ക്ലാസ് നമ്മൾ ഇട്ടിട്ടുണ്ടായിരുന്നു. നമ്മളത് ഫയർ വുമൺ ബേസ് ചെയ്തുള്ളൊരു ക്ലാസ് ആയിരുന്നു. അത് നിങ്ങൾക്കും സിലബസ് എല്ലാം സെയിം തന്നെയാണ്, സെക്ഷൻസ് വെച്ച്. ആ ക്ലാസ് ഒന്ന് മാക്സിമം എല്ലാവരും കാണാൻ ശ്രമിക്കുക. ഞാനത് കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്തിടാം. ആ ക്ലാസ് ഒന്ന് മാക്സിമം എല്ലാവരും കാണാൻ ശ്രമിക്കുക. നല്ല രീതിയിലാണ് നമ്മൾ ആ ക്ലാസ് എടുത്തത്, മനസ്സിലാവുന്ന രീതിയിൽ തന്നെയാണ് പഠിപ്പിച്ചിട്ടുള്ളത്. അപ്പോൾ ഇവിടുത്തെ ക്വസ്റ്റ്യൻ എന്താണെന്ന് നോക്കാം. നമുക്ക് ക്വസ്റ്റ്യൻ മാക്സിമം വർക്കൗട്ട് ചെയ്യുന്നതിനനുസരിച്ചിരിക്കും നമ്മൾ പഠിക്കുന്നത്, നമുക്ക് പരീക്ഷയ്ക്ക് മുമ്പിൽ അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നത്. അപ്പോൾ എന്താണ് ക്വസ്റ്റ്യൻ നോക്കാം. IT നിയമത്തിലെ ഈ വ്യവസ്ഥ പകർപ്പവകാശ നിയമത്തിന് കീഴിൽ ലഭ്യമാകുന്നതിനപ്പുറം കമ്പ്യൂട്ടർ റിസോഴ്സ് ഡോക്യുമെൻറ്റുകൾ കോഡുകൾ സംരക്ഷിക്കാനുള്ള നിയമം ഏതാണ്? കമ്പ്യൂട്ടർ റിസോഴ്സ് ഡോക്യുമെൻറ്റുകൾ കോഡുകൾ സംരക്ഷിക്കാനുള്ള ശ്രമമാണ്. അപ്പോൾ ഇത് ഏത് സെക്ഷനുമായിട്ട് ബന്ധപ്പെട്ടിരിക്കും? സെക്ഷൻ 65 ഓപ്ഷൻ ബി സെക്ഷൻ 65. സെക്ഷൻ 65 എന്താണ്? കമ്പ്യൂട്ടർ ടാമ്പറിങ്ങിനെ കുറിച്ച് പ്രതിപാദിക്കുന്ന വകുപ്പാണ് സെക്ഷൻ 65. സെക്ഷൻ 65ൻ്റെ ഫുൾ ഫോം എന്താണ്? നമ്മൾ ഓൾറെഡി പഠിച്ചതാണ്. ഒരു ഇലക്ട്രോണിക് മാധ്യമത്തിലെ ശരിയായ രേഖകൾ നീക്കം ചെയ്യുകയോ തെറ്റായ രേഖകൾ ഉൾപ്പെടുത്തുകയോ ചെയ്യുന്നതാണ് സൈബർ ടാമ്പറിംഗ് എന്ന് പറയുന്നത്. ശിക്ഷ എന്താണ്? 3 വർഷം വരെ തടവോ 2 ലക്ഷം രൂപ വരെ പിഴയോ അല്ലെങ്കിൽ രണ്ടും കൂടിയോ ലഭിക്കാവുന്ന ഒരു ശിക്ഷയാണ് കേട്ടോ. 3 വർഷം തടവും 2 ലക്ഷം രൂപ വരെ പിഴ ലഭിക്കാവുന്ന കുറ്റമാണ് സെക്ഷൻ 65 സൈബർ ടാമ്പറിംഗ് കേട്ടോ. അപ്പോൾ പഠിച്ചോളൂ. സൈബർ ടാമ്പറിങ്ങിനെ കുറിച്ച് പ്രതിപാദിക്കുന്ന വകുപ്പാണ് സെക്ഷൻ 65 കേട്ടോ.
സെക്ഷൻ 65 കേട്ടോ. അപ്പോൾ അതൊന്ന് പഠിച്ചു വെച്ചോളൂ. അടുത്ത ചോദ്യം, ജോയിൻറ്റ് അക്കാദമിക് നെറ്റ്വർക്കിലേക്ക് അനധികൃത ആക്സസ് നേടി പ്രതി അംഗീകൃത ഉപഭോക്താക്കൾക്ക് പ്രവേശനം നിഷേധിക്കുന്നതിനായി ഫയലുകൾ ഇല്ലാതാക്കുകയും ചേർക്കുകയും പാസ്വേഡുകൾ മാറ്റുകയും ചെയ്ത് IT ആക്ട് പ്രകാരം ഇത് ഏത് വകുപ്പിന് കീഴിലുള്ള കുറ്റമാണ്? ഏതാണ് ആൻസർ? ഓപ്ഷൻ സി. നമ്മൾ ഓപ്ഷൻ സി പഠിച്ചാണ്. ഓപ്ഷൻ സി എന്താണ്? കമ്പ്യൂട്ടർ റിലേറ്റഡ് ഒഫൻസസ് ആണ്. കമ്പ്യൂട്ടർ റിലേറ്റഡ് ഒഫൻസസ് നമ്മൾ ഹാക്കിങ്ങിനെ കുറിച്ച് പറഞ്ഞില്ലേ, കമ്പ്യൂട്ടർ റിലേറ്റഡ് ഒഫൻസസ് ആണ് സെക്ഷൻ 66 വരുന്നത്. കമ്പ്യൂട്ടറുമായി ബന്ധപ്പെട്ട കുറ്റകൃത്യങ്ങളെക്കുറിച്ച് പ്രതിപാദിക്കുന്ന വകുപ്പ് 2008 ഭേദഗതി പ്രകാരം ഹാക്കിംഗ് എന്നത് കമ്പ്യൂട്ടർ റിലേറ്റഡ് ഒഫൻസ് എന്നാക്കി മാറ്റി. അതുപോലെ തന്നെ ഒരു കമ്പ്യൂട്ടറിലെ ഒരു നെറ്റ്വർക്കിലെ സുരക്ഷ ഭേദിച്ച് അതിലെ വിവരങ്ങൾ കണ്ടുപിടിക്കുന്ന പ്രക്രിയയാണ് ഹാക്കിംഗ് എന്ന് പറയുന്നത്. ശിക്ഷ എന്താണ്? 3 വർഷം വരെ തടവും 5 ലക്ഷം രൂപ വരെ പിഴയും കിട്ടാനാവുന്ന ശിക്ഷയാണ് സെക്ഷൻ 66 പ്രകാരം വരുന്നത് കേട്ടോ. അപ്പം ഇത്രയുമാണ് നമ്മുടെ PYQ ഡിസ്കഷൻ്റെ ക്ലാസ് 1 ഇത്രയാണ്. ഇനി നമ്മൾ ക്ലാസ് 2 ഒക്കെ ചെയ്യാറുണ്ട്. അതുപോലെ തന്നെ എക്സാമുമായിട്ട് ബന്ധപ്പെട്ട സ്പെഷ്യൽ ടോപ്പിക്സുമായിട്ട് ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട കാര്യങ്ങളുടെ ക്ലാസ്സുകളെല്ലാം നമ്മൾ ചെയ്യുന്നുണ്ട്. അപ്പോൾ BFO പരീക്ഷ എഴുതുന്ന കൂട്ടുകാർ മാക്സിമം നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് തന്നെ വെക്കുക. അതുപോലെ തന്നെ IT ആക്ടിൻ്റെ ക്ലാസ് ഞാൻ പിൻ ചെയ്തിട്ടേക്കാം കമൻറ്റ് ബോക്സിൽ. അപ്പോൾ അതൊന്ന് കാണുക, മാക്സിമം എല്ലാവരും ഒന്ന് കാണുക. അതുപോലെ തന്നെ IT ആക്ടിൻ്റെ ക്ലാസ് മാക്സിമം നിങ്ങളൊന്ന് കാണുക. അപ്പോൾ ഇത്രയാണ് പറയാനുള്ളൂ. അപ്പോൾ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ മാക്സിമം ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് തന്നെ കാണുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക, ബാക്കിയുള്ള കൂട്ടുകാർക്ക് ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ ഹൈപ്പ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ പുതിയൊരു ക്ലാസ്സുമായിട്ട് ഉടനെ തന്നെയാണ്. താങ്ക് യു ഓൾ.